ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് കുറച്ച് സൂത്ര വഴികൾ ഞാൻ പറഞ്ഞു തരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എക്സസൈസാണ്. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് കപാൽഭാതിയാണ്, രണ്ടാമത്തത് സൈക്ലിംഗ്, മൂന്നാമത്തത് പവനമുക്താസനം. ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതും എത്ര സമയമൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തത് ഭക്ഷണത്തിൽ നമ്മൾ പുലർത്തി പോരേണ്ട ചില കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, രാത്രിയിൽ ഭക്ഷണം നമ്മൾ നേരത്തെ ആക്കുക. രാത്രി ഭക്ഷണം ഒരിക്കലും ലേറ്റായിട്ട് കഴിക്കരുത്. രാത്രി ഭക്ഷണ ശേഷം നമ്മൾ ശതപഥം 100 എന്ന് എണ്ണിക്കൊണ്ട് നടക്കണം എന്നാണ് ആയുർവേദം പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവരും ബെല്ലി ഫാറ്റ് കുറയ്ക്കണം എന്നുള്ളവർ പാലിക്കുക. പിന്നെ ഒന്ന്, രാത്രി നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. അടുത്തത്, കുമ്പളങ്ങ ഒരു കഷ്ണം എടുത്ത് ജ്യൂസാക്കിയിട്ട് നമ്മൾ തേൻ ചേർത്തിട്ട് രാവിലെ വെറുമയറ്റിൽ കഴിക്കുക. അത് നമ്മൾ തുടർച്ചയായിട്ട് കഴിച്ചു പോകരുത്, അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഇതെല്ലാം വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം മോരാണ്. തൈര് ഒരിക്കലും നമ്മൾ കഴിക്കരുത്, തൈര് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയ മോര് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ 1 സ്പൂൺ രാവിലെ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുന്നത് നമ്മളുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഇതൊന്നും നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ, നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 1 സ്പൂൺ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മതിയാവും. ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒഴിവാക്കേണ്ട ഭക്ഷണപദാർത്ഥങ്ങൾ ഇറച്ചി, മീൻ, മുട്ട. ഈ 3 കാര്യങ്ങളും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ ക്വാളിറ്റി പ്രോട്ടീനാണ് കഴിക്കേണ്ടത്. അതിലേറ്റവും നല്ലത് ചെറുപയർ നമുക്ക് കഴിക്കാം. ബാക്കി എല്ലാവരും പറയാറ് മില്ലറ്റ്സ് കഴിക്കണം എന്നുള്ളതാണ്. ആയുർവേദം കുധാന്യങ്ങൾ എന്നാണ് മില്ലറ്റ്സിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് ഏറ്റവും നല്ല പ്രോട്ടീൻ ആണെങ്കിൽ പോലും അത് എല്ലാ ദിവസവും കഴിക്കാൻ ആയുർവേദം പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. ഓയിലിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതേപോലെ ബേക്കറി ഐറ്റംസ്, മൈദ ചേർന്ന സാധനങ്ങൾ, കേക്ക് ഐറ്റംസ്, ഐസ്ക്രീമുകൾ, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. അതിന് പകരമായി നമുക്ക് സാലഡുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരിക്കലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് കഴിക്കരുത്. കാരണം വെജിറ്റബിൾസ് ദഹിക്കാൻ, അത് റോ ആണെങ്കിൽ ദഹിക്കാൻ 2 മണിക്കൂറും ഫ്രൂട്ട്സ് ദഹിക്കാൻ 1.5 മണിക്കൂർ കൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും ദഹിക്കും. അപ്പോൾ ഇതിൻ്റെ സാലഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റ് തൈരോ മോരോ പാലോ ഒന്നും മിക്സ് ചെയ്യരുത്. അതിന് പകരം ഒരേ രുചിയുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുക.